നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. സാഹസിക പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട ഓഫ് റോഡ് റൈഡിൽ അല്ലെങ്കിൽ ഡ്രൈവിൽ തിളങ്ങി നിൽക്കുന്ന പാലക്കാരൻ വിനോ ജോസ്. ഒരുപാട് പേർ ആരാധകരായുള്ള വിനോ ചേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ റിയ ബിനോയും അച്ഛന്റെ അതേ പാതയിൽ നിരവധി പേർ ആരാധിക്കുന്ന ഒരു ഓഫ് റോഡ് താരമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി റിയയും വിനോ അച്ചായനുമാണ് എത്തിയിരിക്കുന്നത്. രണ്ടാൾക്കും സ്വാഗതം. സന്തോഷത്തോടെ ന്യൂസ് 3യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് അറിയാത്തവർക്കായിട്ട് നമുക്കൊരു വീഡിയോ കണ്ട ശേഷം വിശേഷങ്ങളിലേക്ക് വരാം. ചേട്ടനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ രോമാഞ്ചമാണ്. അതിൻ്റെ താഴെയുള്ള കമൻസ് വായിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഞാൻ ആദ്യം റിയയിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യം വിനോ അച്ചായൻ, പാലക്കാരുടെ പ്രിയപ്പെട്ട വിനോ ചേട്ടനിലേക്കാണ് പോകുന്നത്. ചേട്ടാ, ഇത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 2014 തുടങ്ങിയ ഒരു യാത്ര അതിപ്പോഴും ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. മകളും കൂടി ആ ഒരു പാതയിലേക്ക് വന്നിരിക്കുക. എങ്ങനെയാണ് ആ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്? എന്നാ പറയുന്നത്, അവൾക്ക് ലൈസൻസ് കിട്ടിയപ്പോ മുതൽ അവളെ കൂട്ടത്തിൽ കൂട്ടിയതാ. ആഹാ. ചേട്ടൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഡ്രൈവിംഗ് പഠിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഡ്രൈവിംഗ് 18-ാമത്തെ വയസ്സിൽ തന്നെ ലൈസൻസ് എടുത്ത് ഡ്രൈവിംഗ് തുടങ്ങിയതാ. നമ്മുടെ ഓഫ് റോഡിലേക്ക് വന്നതോ? ഓഫ് റോഡിലോട്ട് വന്നത് മത്സരിക്കാനായിട്ട് 14-ലാ മത്സരിക്കാൻ ഇറങ്ങിയത്. അതിനു മുമ്പ് ഈ മോശം വഴി കൂടെ ഓടിക്കുന്ന ഇച്ചിരി താല്പര്യമുള്ള കൂട്ടമായിരുന്നു. ശരിക്കുള്ള വഴി നമുക്ക് പറ്റത്തില്ല. ഏതാ ശരിക്കുള്ള വഴി നമുക്ക് അത്ര പോരാ. അതിനെക്കാട്ടും രസം ഇതാ. അങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഞാൻ ചേട്ടന്റെ ഫാനായ ഒരു വീഡിയോ 2016 വാഗമണിലെ അല്ലേ, അതല്ലേ മത്സരം? ആ വീഡിയോ ഗംഭീര വീഡിയോ ആണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങള് ഒരുമിച്ചിരുന്ന് കണ്ടവരുടെയൊക്കെ ശരിക്കും രോമം എഴുന്നേറ്റ് നിൽക്കുന്ന വീഡിയോ ആയിരുന്നു. ആ ഒരു മത്സരത്തിന്റെ ഒരു ഇതൊന്ന് പറയാമോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ, ഒന്ന് ഓർത്താൽ? അത് പൂതത്താൻകെട്ടിലൊരു മത്സരത്തിനാ ആയി വന്നത്. അത് കഴിഞ്ഞപ്പോ മുതല് അല്ല, എവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോഴും നമ്മൾ ഈ സാധാരണ രീതിയിലായതുകൊണ്ട് ആൾക്കാർക്ക് പൊതുവെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാണാൻ വരുന്നതും കൂടുതല് സാധാരണ ആൾക്കാരല്ലേ. അപ്പം ആദ്യം മുതലേ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ പൂത്താൻകെട്ടില്ല ഇത് വൈറലായിട്ട് വരുന്ന ആദ്യമേ ഒരു മോട്ടോർസിന്റെ ജീപ്പ് ഒന്ന് ജമ്പ് ചെയ്ത് വരിക. അത് കഴിഞ്ഞപ്പോ മുതലാണ് ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ വാഗമണില് അതിന്റെ ബാക്കിയായിട്ട് ആൾക്കാർ കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു എസ്റ്റേറ്റ് നടന്നപ്പോ. അപ്പം ആ ട്രാക്ക് ഓടിച്ചതില് അങ്ങനെ കയറിയത് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ സൈസ് വണ്ടികളും വന്നിട്ട് ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനി അതിങ്ങനെ ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. അവിടെ ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരു കുത്തുകയറ്റം, അത് ഒരുപാട് ജീപ്പുകൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ വന്നിട്ട് മാസ് ഡ്രൈവിംഗ് ആയിരുന്നു അല്ലേ? അത് കണ്ട് കുറെ നേരം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ മടത്തൂത്തി അവിടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തോന്നിയോ ഇത് എനിക്ക് ഓടിച്ച് കയറ്റാൻ പറ്റുമെന്ന്? കേറാണേ കേറും, അത്ര തന്നെ. അടിപൊളിയായിരുന്നു. എന്തായാലും കണ്ടപ്പോ തന്നെ ചേട്ടന്റെ ഫാനായി. ഇപ്പം റിയയുടെ ഫാനാണ്. റിയയിലേക്ക് കൂടി റിയ അച്ഛന്റെ മോൾ എന്ന് പറയുന്ന എല്ലാവരും കമന്റില് പുലിക്കുട്ടി, പുലിക്ക് പിറന്നവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര കമന്റുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ റിയയെ തിരഞ്ഞു പോകുന്നതും റിയയെ ഇതിലേക്ക് വിളിക്കുന്നതും. അപ്പോൾ പാലക്കാരി കൊച്ചെന്ന് പറഞ്ഞ് എത്രയോ സ്നേഹത്തോടെയാണ് ആളുകൾ കാണുന്നത്. റിയ എങ്ങനെയാ റിയ ഇതിലോട്ട് വന്നത്? അച്ഛന്റെ ഇത് കണ്ടിട്ട് എപ്പോ തൊട്ടായിരുന്നു ഓഫ് റോഡിലേക്ക് വന്നു തുടങ്ങിയത്?
18 വയസ്സ് ലൈസൻസ് കിട്ടിയപ്പോ തൊട്ട് ഓഫ് റോഡ് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ ഇവരെ കണ്ട് പപ്പയും പപ്പയുടെ അനിയനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടുന്ന് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പം ഇവരെ കണ്ടും ചെയ്യുന്നതൊക്കെ കണ്ട് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയതാണ്. പേടിയൊന്നുമില്ലേ? ആദ്യം ഇറങ്ങുമ്പോ നമുക്ക് പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി ഇറങ്ങി ഇതിനോട് പരിചയമായി, പേടിയില്ലാതായി. എന്നാലും പേടിയുണ്ട് ആദ്യമൊക്കെ ഇറങ്ങുമ്പോ. ട്രാക്ക് ഓടിച്ചു തുടങ്ങുമ്പോഴത്തേക്കിനും അത് ഇല്ല. നമ്മള് ഡ്രൈവിംഗ് പഠിച്ചത് ഈ ജീപ്പ് തന്നെയാണോ? ഈ ജീപ്പ് തന്നെ. ആഹാ, അപ്പൊ തുടക്കം തന്നെ അതിലാണ്. അപ്പൊ പിന്നെ നമ്മുടെ സ്വന്തം ജീപ്പ്, അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ? വിനോ ചേട്ടാ, ഈ മോഡിഫിക്കേഷൻ ഒന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് പൈസ മുടക്കുന്നൊക്കെ വെറുതെയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതുപോലെയുള്ള മത്സരത്തിന് പോകാൻ അതുപോലെ വേണം. നമ്മൾ ആ രീതിയിൽ പോകുന്നില്ലാത്തതുകൊണ്ട് ആ മോഡിഫിക്കേഷൻ ചെയ്യാതെ. ഈ വണ്ടി നമുക്ക് വേറെ ഉപയോഗത്തിന് കൊണ്ടു നടക്കുന്ന, ഡീസൽ കൊണ്ടാകാനും അതുപോലെ പൊൻകാരെ കൊണ്ടാകാനും ഒക്കെ ആയിട്ട് ഈ വണ്ടി വേറെ ഉപയോഗത്തിന് എല്ലാത്തിനും എടുക്കത്തോണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് വഴിയിലിറക്കി കൊണ്ടുപോയി നടക്കാനോ. അപ്പൊ എന്റെ ഉപയോഗവും നടക്കും, മത്സരിക്കാൻ പോകുന്ന ആ ആഗ്രഹവും സഫലമാകും. അതുകൊണ്ടാണ്. അതെ, വിനോ ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങുന്നു, ധൈര്യം മതി ഇതിന് എന്നുള്ളതായിരുന്നു താങ്കൾ പറഞ്ഞ് ഞാൻ കേട്ടത്. താങ്കളുടെ ഇന്റർവ്യൂലൊക്കെ കേട്ടത് അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷേ സ്വന്തം പോകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പിള്ളേര് ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ പക്ഷെ അപ്പുറത്തെ സീറ്റിൽ താങ്കൾ ഇരിക്കുന്നതും കാണുന്നുണ്ട് റിയയ്ക്കൊപ്പം. ആ സീറ്റിൽ ഇരിക്കുമ്പോഴും ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താ? അപ്പൊ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിപ്പിക്കുമ്പോഴും ആശാൻ ഇപ്പുറത്ത് ഇരിപ്പുണ്ടെന്നുള്ളൊരു ധൈര്യം ഡ്രൈവിംഗ് പഠിക്കുന്ന ആക്കുണ്ട്. പഠിപ്പിക്കുന്ന ആക്കുണ്ട്, ഞാൻ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവിടെ കൺട്രോൾ ആകുന്ന ഒരു ധൈര്യമുണ്ട്. റിയയുടെ ധൈര്യം അച്ഛനാണോ റിയ? രണ്ടുപേരും കുറച്ച് സംസാരിക്കുന്നവരാണോ, അതോ ഇത് ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വന്നപ്പോ സംസാരം കുറഞ്ഞാണോ? അങ്ങനെയാണെന്ന് തോന്നുന്നില്ലല്ലോ. രണ്ടുപേരും നന്നായി സംസാരിക്കുന്നവരായിരിക്കുമല്ലോ. അത്യാവശ്യം ചെറുതായിട്ട് സംസാരിക്കുന്നതാ. ആണോ? ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ചമ്മലുണ്ടല്ലോ. അത് വേണ്ട, നമ്മൾ ക്യാമറയാണെന്ന് വിചാരിക്കേ വേണ്ട. റിയയുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേറ്റസ്, റിയ ചെയ്യുന്ന എന്താ ചെയ്യുന്നത് ഇപ്പോ പ്രൊഫഷണലി? ഞാൻ പഠിപ്പിക്കുക സ്കൂളില്, പാലായി തന്നെയുള്ള ഒരു ബ്രിട്ടീഷ് കിൻഡർ സ്കൂളില് പഠിപ്പിക്കുക. ടീച്ചറാണ്, ഒരു അധ്യാപിക. അപ്പൊ ആ സ്കൂളിലെ കുട്ടികള് എന്തായിരിക്കും അവരുടെ ഒരു ലെവൽ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഞങ്ങളുടെ ടീച്ചറെ ഓഫ് റോഡ് ചെയ്യുന്ന ആളാണ് എന്ന് പറയുമ്പോ അവർക്കൊരു അഭിമാനമൊക്കെ ആയിരിക്കും. എന്താണ് അവിടുത്തെ ഒരു താരമൂല്യമൊക്കെ എങ്ങനെയാണ്? ആരാധകരൊക്കെ ഉണ്ടോ? ഞാൻ KG പഠിപ്പിക്കുന്നത്. അപ്പൊ പിള്ളേരല്ലേ? എല്ലാവരുടെ പേരൻസ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു വരും, ടീച്ചേഴ്സ് വരെ. അല്ല, ടീച്ചിങ് ആണോ ഇഷ്ടം? ടീച്ചിങ് ഇഷ്ടം. ഇത് നമ്മുടെ പാഷനും പ്രൊഫഷനും കൂടെ ഒന്നാക്കി കൊണ്ടുപോകണമെന്നില്ലേ? ഇത് അച്ഛൻ പറഞ്ഞ പോലെ ഈ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഈ രംഗത്തോട്ട് തന്നെ ഇറങ്ങുന്നേ. ഒരുപാട് പേര് സ്ത്രീകളൊന്നും ഇറങ്ങാത്ത ഒരു മേഖലയല്ലേ? പക്ഷെ സ്ത്രീകള് ഉണ്ട്, കുറച്ചു പേര് ഉണ്ട്. വരണമെന്നുണ്ടോ അങ്ങനെ റിയയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് പോയി പരിശീലിക്കുക, വരിക, അതാണിപ്പോ. അല്ല, മൊത്തത്തില് വല്ലപ്പോഴും പോയാൽ മതിയെന്നേ ഉള്ളൂ. ആണോ വിനോ ചേട്ടാ? അതെ, ഈ ഒരു രംഗത്തേക്ക് ഒരു കുട്ടി ഇത്രയും താല്പര്യം കാണിക്കുമ്പോ അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇറക്കാൻ മേലായിരുന്നോ? അതുമായിട്ട് നടന്ന ബാക്കി കാര്യം നടക്കണ്ടേ എന്ന് വെച്ചാ? ഇപ്പം പഠിപ്പിന് പോകുമ്പം മത്സരം ഉള്ളത് ശനിയാഴ്ച, ഇപ്പൊ ശനി ഞായറുമായിട്ടാ കൂടുതലും മത്സരം നടക്കുന്നത്. അപ്പൊ 2 ദിവസമൊക്കെ മാറിച്ച് വലിയ പാടാ. എന്റെ ഫീൽഡിലും ബുദ്ധിമുട്ട് വരും, അവിടെ സ്കൂളിലെ ഫീൽഡില് ശനിയാഴ്ച ഒക്കെ ക്ലാസ് ഉണ്ടെങ്കിലേ പോക്ക് നടക്കായിരുന്നു. അപ്പം ഇവിടുന്ന് ദൂരമൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച നടക്കുന്ന തലേദിവസം പോകണം, ഞായറാഴ്ച ഒരു നേരം കഴിഞ്ഞേ ഇവിടെ വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോ താമസം വരും. അപ്പൊ അല്ലാത്തപ്പം ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരു ദിവസമൊക്കെ ഉള്ളെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ പോയിട്ട് വരാം. എന്നാലും പോകുന്ന ഈ അടുത്ത കാലത്ത് പുൽപ്പള്ളിയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, 2-3 മാസമായില്ലേ, 2-3 മാസമായത് പുൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. അവിടെ സെക്കൻഡ് ഉണ്ടായിരുന്നു. അപ്പം പുൽപ്പള്ളി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അതിന്റെ സമയം ഇത്രയും ദൂരമില്ലേ, അതും 2 ദിവസമായിട്ടാ, ശനി ഞായറുമായിട്ടാ. അപ്പൊ അതുകൊണ്ട് മുഴുവൻ സമയം അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല.
എന്നാലും സമയം ഉണ്ടെങ്കിൽ പോകും കേട്ടോ. ഉം, പോണോന്ന് ആഗ്രഹമുണ്ട്. ഉം. നമ്മുടെ സാഹചര്യം കൂടെ നോക്കണ്ടേ. വിനോച്ചേട്ടന് എത്ര മക്കളാ? 4 പേര്. 4 പേരില് ഇയാള് മാത്രമേ ഉള്ളോ ഈ സ്വന്തം പാതയിലോട്ട് വന്നത്? അല്ല, ബാക്കിയുള്ളത് കുഞ്ഞുങ്ങളാ. ആഹാ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവരാ? ഏറ്റവും ഇളയത് 9-ല്, അതിന്റെ ആഹാ. മൂത്തത് 10-ല്, ആ, അതിന്റെ മൂത്തതില് 12-ല്. അടിപൊളി. ഇവരൊക്കെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇവരൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാ. ആണോ? ആ ചേച്ചി അപ്പൊ സൂപ്പർ ഇങ്ങനെ സ്റ്റാർ ആണോ അവരുടെ മുന്നിൽ? ആകാൻ വേണ്ടിട്ട് ആയിക്കഴിയുമ്പോ ഇവരൊക്കെ ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, ആ, റിയ എങ്ങനെയുണ്ട്? റിയക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇത് പോകുന്നതിന് പേടിയൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ടെൻഷനൊന്നും ഇല്ലേ? കുഴപ്പമൊന്നുമില്ല. ഉം, ആദ്യം എന്റെ പോവാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, ഉം, പിന്നെ കുഴപ്പമില്ല. ഉം, ഉം. നമ്മൾ ആദ്യം ഓടിച്ച ഒരു ആദ്യത്തെ ഒരു ഓഫ് റോഡ് ആലോചിക്കുവാണെങ്കിൽ ഏതായിരിക്കും റിയയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? ആദ്യം കോട്ടയത്ത് B12 കണ്ടക്ട് ചെയ്ത ഒരു ഇവന്റിനാണ് ഇറങ്ങിയത്. ഉം, അപ്പം ഇതെന്താ നമുക്ക് ഈ അപ്പ ഇറങ്ങുന്ന കാണുന്ന ഒരു ഐഡിയ ഒക്കെ ഉള്ളൂ. ഉം, ഇത് ഓടിച്ച് നോക്കുമ്പം അന്നൊക്കെ പേടി ഉണ്ടായിരുന്നു. ഉം. പിന്നെ അല്ല, ബിനോ ചേട്ടന്റെ മത്സരങ്ങളൊക്കെ കാണാൻ പോയി നിൽക്കുമായിരുന്നു റിയ? ഇടയ്ക്കിടയ്ക്ക് പോകാറുന്നു. അപ്പൊ രോമാഞ്ചമായിരുന്നു കണ്ടു നിൽക്കുമ്പോ. അച്ഛൻ ജയിച്ചു കഴിയുമ്പോ ജീപ്പിന്റെ മണ്ടേ കയറി നിന്നല്ലേ? അത് ഏറ്റവും ബിനോ ചേട്ടന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ മുണ്ടും അല്ലേ കയ്യിലൊക്കെ ഉടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ ഈ മീശ ഒരു ഒരു എല്ലാരും പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മീശയും അപ്പന്റെ മീശ വിരിക്കുന്ന ഫോട്ടോയൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര കൂട്ടാണോ? ആണോ? എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോ എന്താണ് അപ്പം പറഞ്ഞത്? നിനക്ക് പറ്റുന്ന പണി തന്നെയാണ്, ഇറങ്ങിക്കോളാൻ പറഞ്ഞോ? സപ്പോർട്ടായിരുന്നു, പിന്നെ സപ്പോർട്ടായിരുന്നു ഇറങ്ങാൻ. ആണോ? എന്നിട്ട് എന്തോ ഒരു ചെറിയൊരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായിരുന്നു? വാഗമണ്ണി വെച്ച് തന്നെയോ? അത് കുറച്ച് ഇരുട്ടായിരുന്നു സംഭവം. അതെന്തായിരുന്നു മത്സരം? ലേഡീസ് തന്നെ കണ്ടക്ട് നടത്തിയ മത്സരമായിരുന്നു ഇത്. അപ്പൊ വാഗമണ്ണിന് ട്രാക്ക് ഓടിച്ച് കംപ്ലീറ്റ് തീരുന്നതിന് മുമ്പേ വണ്ടി മറിഞ്ഞ് താഴെ വന്നു. വണ്ടി മറിഞ്ഞ് താഴെ വന്നു. പക്ഷെ സേഫ് ആയിരുന്നു അതിന്റെ അകത്ത്. എത്ര മറിയലും ഈ റോഡ് ഗേജ് ഒക്കെ ഉള്ള കാരണം വണ്ടിക്കകം എപ്പോഴും സുരക്ഷിത. സീറ്റ് ബെൽറ്റും ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. അങ്ങനെ അകത്തോട്ട് പരിക്ക് വരികയില്ല. അന്ന് വാഗമണ്ണിൽ ഒരു 3 ട്രിപ്പ് വണ്ടി മറിഞ്ഞാ നിന്നത്. ആണോ? ബിനോ ചേട്ടൻ ഉണ്ടായിരുന്നോ? ഓട്ടോ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? അപ്പം റിയക്ക് ഒട്ടും പേടി തോന്നിയില്ല? റിയ ചെറുതായിട്ട് അപ്പനുള്ളതിന്റെ ഒരു ധൈര്യം അല്ലേ? എന്തൊക്കെയാ ബിനോ ചേട്ടാ നമ്മളൊരു സുരക്ഷാ ഒരു ക്രമീകരണങ്ങളൊക്കെ എടുക്കുന്ന എന്തൊക്കെയാ? ഹെൽമെറ്റ് ഞാൻ കണ്ടു, അല്ലാതെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. സീറ്റ് ബെൽറ്റ് പിന്നെ ഇതിന്റെ അകത്ത് പൈപ്പ്, മറ്റേ റോഡ് ഗേജ് എന്ന് പറയുന്ന പൈപ്പ് അടിച്ചിട്ടുണ്ട് വണ്ടിക്ക് ആദ്യം ചുറ്റും. അകത്തോട്ട്, അതായത് ഒരു എത്ര പറഞ്ഞാലും അകം അത്ര സുരക്ഷിതമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുകള് തകിട പടുതായ ഉണ്ടെന്ന് പറഞ്ഞാലും പടുതായ്ക്കടി തകിടിട്ടിട്ടുണ്ട്. അപ്പം അത്രയും ഭാഗം സുരക്ഷിതമായിട്ട് അങ്ങനെ ചളങ്ങി കയറിയൊന്നും വരികയില്ല. അപ്പൊ നമ്മൾ ഈ തലകുത്തി മറിയുമ്പോ തലയൊക്കെ പോയി ഇടിക്കില്ലേ? ഇല്ല, സീറ്റ് ബെൽറ്റ് നിന്നോളും. സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും സ്ട്രോങ് ആയിട്ടുണ്ടെന്നേ. അത് ഇട്ടാ മത്സരത്തിൽ ഇറങ്ങുന്നത് തന്നെ. അപ്പം അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട. തലയും കുത്തി തലയും കുത്തി നിന്നാലും നമ്മൾ അതിന്റെ അകത്ത് തൂങ്ങി കിടക്കുള്ളൂ. എത്ര മറിച്ചിൽ പറഞ്ഞാലും അകത്തോട്ട് ഈ മത്സരിക്കാൻ പറ്റുന്ന വണ്ടിയിലെല്ലാം അതുള്ളതാ. അപ്പൊ അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട. എന്തൊക്കെയാ ഈ അച്ഛൻ പറഞ്ഞു തന്ന ടിപ്സ് എന്തൊക്കെയാ? ഇതൊക്കെ തന്നെയാണ്. അതായത് നീ ഇനി എന്തൊക്കെ കാണിച്ചാലും വണ്ടിയിൽ നിന്ന് നീ പുറത്തു പോകത്തില്ല അല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഓടിച്ചോണം. അങ്ങനെയൊക്കെ. എന്തായിരുന്നു? കൈ വെളിയിലിടല്ലേ. എത്ര പറഞ്ഞാലും കൈ ഒന്നും പുറത്തോട്ട് ഇടരുത്, അകത്ത് തന്നെ നിന്നാൽ മതി. ഈ വണ്ടി മറിഞ്ഞാണേലും അന്ന് 3 മറിച്ചില് പറഞ്ഞിട്ടാ വണ്ടി നിന്നത്. ഒന്നും പറ്റിയിട്ടില്ല, അകത്തൊന്നും പറ്റിയിട്ടില്ല. വണ്ടിക്ക് അവിടെ ഇവിടെ ഒക്കെ ചുറ്റി പരിക്കുണ്ട്, ചളങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ നമ്മളെ ക്യാബിന്റെ അകത്ത് ഈ മറിഞ്ഞു പോകുമ്പോ കൈ സ്റ്റിയറിംഗിൽ തന്നെയാണോ? നമ്മൾ സ്റ്റിയറിംഗ് ബലമായിട്ട് പിടിച്ചിരിക്കണം. അപ്പൊ റിയക്ക് എന്താണ് ഇനിയുള്ളൊരു ആഗ്രഹം? എന്താണ് ഈ ഓഫ് റോഡില് ഉള്ളൊരു ആഗ്രഹം എന്താണ്?
ഇങ്ങനെയൊക്കെ തന്നെ പോണം തന്നെ ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി എന്നാ പറയുന്നത്. അപ്പന്റെ റെക്കോർഡൊക്കെ അല്ല മറികടക്കണ്ടേ നമുക്ക്? അത് പറ്റുമെന്ന് തോന്നില്ല. അപ്പന്റെ പെർഫോമൻസിലെ കണ്ടിട്ട് വാ പൊളിച്ച് നിന്ന് പോയി. എല്ലാത്തിലും അങ്ങനെയാണ്. എന്നാലും പെട്ടെന്ന് അതിശയം തോന്നിപ്പോയ ഒരു ഓട്ടം ഓർക്കുവാണെങ്കിൽ എവിടത്തെ ആയിരിക്കും? ഭൂതത്താൻ കെട്ടിന്ന് ആ ജമ്പ് ചെയ്ത സംഭവം. ജമ്പ് ചെയ്ത് എയറിലായിരുന്നല്ലേ അത്? അതെ. അപ്പൊ എങ്ങനെയാ അവിടുത്തെ ഒരു ആവേശമൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മള് എല്ലാരും ഇങ്ങനെ തടിച്ചു കൂടി വന്നിട്ട് അച്ചായ അച്ചായനൊക്കെ വിളിച്ച് സൂപ്പറായിരുന്നു. അച്ഛാ വിനു അച്ചായന് മകളും കൂടി ഇങ്ങനെ ഒരു രംഗത്തേക്ക് വന്നതിന്റെ ഒരു സന്തോഷം അത് കാണാനുണ്ട്, പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആൾക്കാർക്കുണ്ട്, ആ ആരാധകരുണ്ട് ഇഷ്ടം പോലെ. അതാണ്, ആരാധകർ ഇഷ്ടം പോലെ. എവിടെ ചെന്നാലും ഉണ്ട്, ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ആൾക്കാരുണ്ട്. ആഹാ. ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ട്, ആ കാണാനും ആൾക്കാർ കൂടുതലുണ്ട് കേട്ടോ. ആണല്ലേ? ഒരുപാട് ആ ഈ ഓഫ് റോഡിന് ഒരുപാട് ആരാധകരുണ്ടല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഇപ്പം ഞങ്ങളുടെ മത്സരം കാണാനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട് അവിടെ. അപ്പം കഴിഞ്ഞു പോയെങ്കിൽ അയ്യോ കഴിഞ്ഞു ഞങ്ങളത് കണക്കൂട്ടിയാ വന്നത്, നേരത്തെ തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് നിരാശരായി പോകുന്നവരും ഉണ്ട്. ആഹാ. ആ ചേട്ടനിപ്പോ ഇപ്പം എന്താണ് ചെയ്യുന്നത് ബിനോ ചേട്ടാ? ഇതല്ലാതെ എന്താണ് പണി? എന്താണ് നമ്മുടെ? എനിക്ക് കോറി ആയിരുന്നു, കോറി എല്ലാം നിന്ന് പോയി. ഇപ്പം ഹിറ്റാച്ചി ഉണ്ട്, അത് വാടകയ്ക്ക് വിടുന്നുണ്ട്. പിന്നെ ഹിറ്റാച്ചി ഷിഫ്റ്റ് ചെയ്യാനുള്ള ലോറി ഉണ്ട്, ലോറിയായിട്ട് ഞാൻ ഉള്ള ഓട്ടം പോകും. വേറെ പുറംവണ്ടി കയറ്റാനൊക്കെ ആയിട്ടെ പുറത്തുനിന്നുള്ള ഹിറ്റാച്ചി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഓട്ടം വിളിക്കും, അതിനും പോകും. അങ്ങനെ അങ്ങ് പോകുന്നു. ഈ പ്രായം ചോദിക്കാവോ? ആ കാര്യമായിട്ടും ചോദിച്ചു. 52 വയസ്സുണ്ട്. എത്ര? 52, 73 മോഡലാണ്. 52 വയസ്സ്. വയസ്സും ഈ ഓഫ് റോഡ് റൈഡിങ്ങും എന്തെങ്കിലും ബന്ധമുണ്ടോ ചേട്ടാ? ഇല്ല. എന്താ തോന്നുന്നത്? പഴയതിലും പവറാണോ ഇപ്പൊ? ആ ആഗ്രഹം അത് ഭയങ്കരമാ, രസമാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു മത്സരം ഏതായിരുന്നു? ചേട്ടൻ പ്രതീക്ഷിച്ചതിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ? ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് വാഗമണിലെ തന്നെയാ. അന്ന് 16 നടന്നതാന്ന് തോന്നുന്നു. ആ വാഗമണിൽ അന്ന് ആ വീഡിയോയ്ക്കകത്ത് കണ്ടില്ലേ? അത് തന്നെയാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് അവിടുന്ന് ആ കയറ്റം കയറി കഴിഞ്ഞിട്ട് എന്തോ ഒരു ടവൽ എന്തോ എടുക്കുന്നുണ്ടല്ലോ, അതെന്താ സംഭവം? അത് ഫ്ലാഗ് എടുക്കണമെന്നാ എന്റെ. ഓ, ആ ഫ്ലാഗ് എടുക്കണം. അത് നിർത്തിയെടുക്കോ എങ്ങനെ വേണേലും. അതുപോലെ താഴെ ഒരു ഫ്ലാഗ് ഉണ്ട്, അതും എടുക്കണം. ഈ ഫ്ലാഗ് അതെല്ലാം ഓട്ടത്തിൽ എടുക്കാന്നേ ഉള്ളത്. നിർത്തി എടുത്തു കഴിഞ്ഞാൽ അവിടെ നിർത്തി കറങ്ങി നിൽക്കുള്ളൂ, പിന്നെ കയറിയല്ല. അത് ഓട്ടത്തിൽ ആ ഒരു ഇതിലങ്ങ് പോവാണെങ്കിൽ അങ്ങനെ അങ്ങ് എടുത്തെടുത്ത് രണ്ടും ഓട്ടത്തിലെടുത്തല്ലേ? ആ 2 ഓട്ടത്തിൽ തന്നെ എടുത്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിർത്തി സമയം കളഞ്ഞില്ല. സത്യം, ഒറ്റയെടുപ്പായിരുന്നു. ഞാൻ നോക്കുമ്പോ കൈ പടപടാന്ന് അപ്പുറം ഇപ്പുറമൊക്കെ വന്ന് ഇതൊക്കെ എടുത്ത് ഫ്ലാഗും ഒക്കെ എടുത്ത് പോവുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ ഫ്ലാഗ് എടുത്തു കഴിഞ്ഞൊരു 100 മീറ്റർ കൂടെ കാണും. അപ്പൊ തന്നെ നമ്മൾ ഉറപ്പിച്ചു, ജയം ഉറപ്പിച്ചു. അതധികം വണ്ടി കേറിയിട്ടില്ല. മഹീന്ദ്രയുടെ എന്ന് പറഞ്ഞാൽ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ട്രാക്കുകളാണ്. അത് ആ ഭൂപ്രകൃതി അനുസരിച്ചുള്ള വഴികളാണ്, അല്ലാതെ ഉണ്ടാക്കുന്നതല്ല. അപ്പം അവിടെ ഉള്ളത് എന്നൊക്കെയാണോ, ചെളിയാണെങ്കിൽ ചെളി, പാറയാണെങ്കിൽ പാറ, അത് കയറി പോണോന്ന് അതിന്റെ മഹീന്ദ്ര ഗ്രേറ്റ് എസ്കേപ്പിന്റെ പ്രത്യേകത. അവരുടെയാണ് നല്ലത്. അതുപോലെ കേസ് നടത്തുന്ന ഓഫ് റോഡ് നല്ലതാ, നല്ല ട്രാക്കുകളാണ്. ഈ കഴിഞ്ഞ ദിവസം കേട്ട ATCയുടെ ആണെങ്കിലും നല്ല ട്രാക്കാണ്. ഈ ഉണ്ടാക്കുന്ന ട്രാക്കിനെക്കാട്ടി നാച്ചുറൽ ആയിട്ടുള്ളതാ നല്ലതല്ലേ? നല്ലത്. പക്ഷെ അത് റിസ്ക് കൂടുതലല്ലേ? റിസ്ക് കൂടുതലാ. അത് നമുക്ക് പ്രശ്നമല്ല. ചേട്ടൻ വണ്ടി ഓടിച്ച് പഠിച്ച റബ്ബർ തോട്ടത്തിലായിരുന്നോ? ഇതുപോലത്തെ ഒരു വഴി കൂടി ഓടിച്ച് പഠിച്ചത്. അപ്പൊ പിന്നെ നോർമൽ വഴി കാണുമ്പോ അത്രക്ക് ഇഷ്ടമല്ല. ഏതാ ഈ നമ്മുടെ ടാറിട്ട റോഡൊന്നും? ടാറിട്ട റോഡിന്ന് ഇതുപോലെ റിസ്ക് എടുത്ത വഴി കൂടി ഓടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ ടാറിട്ട റോഡിൽ ഓടിക്കുന്ന ചേട്ടൻ എങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കായിരുന്നു. അത് കണ്ടില്ല, വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. നേരെയുള്ള റോഡിൽ കൂടെ ഓടിക്കുന്ന വിനോദ് ചേട്ടനെ. നേരെയുള്ള റോഡിൽ കൂടെ ഓടിക്കുന്നതിന്റെ വീഡിയോ ഇതിനകത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? വേറെ ആരാണ്ട് എടുത്തിട്ടതാ. അതും അറിയാന്നല്ലേ? അത് അറിയാവുന്നവര് പുറകെ വന്ന് എടുത്തതാട്ടോ.
ഓ ഞങ്ങൾ ശരി. അറിഞ്ഞില്ല. എവിടെ പോയാലും അവിടെ ആരാധകരുണ്ടോ ചേട്ടാ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉം. ഈ വണ്ടിയോടും ഭയങ്കര ആരാധനയാ ആ ഈ വണ്ടിയെ കുറിച്ച് വീട്ടിനോട്. പറ. ഇത് എപ്പോ എടുത്ത വണ്ടിയാ? ഇത് 2004 പുത്തൻവണ്ടി എടുത്തതാ. ആ ആ. പേരെന്താ വണ്ടിയുടെ? പേരൊന്നുമില്ല, ഒരു ഇല്ല. പേരും ഇട്ടിട്ടില്ല. ആഹാ. ആ, ആ, ഇത്രയും ആ, പ്രിയപ്പെട്ട വണ്ടിയായിട്ടും പേരൊന്നും ഇട്ടിട്ടില്ല. ആ, ആ, ഇല്ല. ആ ആ. എന്നിട്ട് അത് അന്ന് തൊട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വരുവാണോ? ആ, മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയില്ല? ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം വണ്ടി കമ്പനിയിൽ നിന്ന് വിട്ട രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഉം. എവിടെയെങ്കിലും പണി തന്നിട്ടുണ്ടോ? ആ, ഇടയ്ക്ക് ആയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക്. ആ, നമ്മള് ആഴ്ചയിൽ നന്നാക്കി. ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഈ നമ്മുടെ ഈ മെക്കാനിക്കൽ ആ സാധനങ്ങളൊക്കെ അറിയാം അല്ലേ? അത്യാവശ്യത്തിന് വേണ്ടുന്നത് വഴി കിടക്കാതെ കൊണ്ടുവരാൻ അറിയാം. ആണോ? ആ. റിയ ലോറി ഓടിക്കുന്ന വിഷ്വൽസ് കണ്ടായിരുന്നല്ലോ. റിയ എന്തൊക്കെയാ റിയ ഓടിക്കുന്നത് പറയൂ. ഞാൻ ലോറി ഓടിക്കും, ഹെവി ആയിട്ടുള്ള ഹെവി ലൈസൻസ് ഉണ്ട്. ആ ലോറി ഓടിക്കും. അപ്പൊ ആരോടെ ഷിഫ്റ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് പോവും. ആ അങ്ങനെ. പിന്നെന്താണ് പഠിച്ചത്? എനിക്ക് തോന്നുന്നു 2 വീലർ പഠിച്ച ബുള്ളറ്റിലാണ്. ബുള്ളറ്റിലാ നമ്മൾ പഠിച്ചത്. ചെറിയ വഴിയൊന്നും അല്ല, നമ്മളെല്ലാം മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. താഴെ തുടങ്ങുന്നത് നമുക്ക് ഇഷ്ടമല്ല. എല്ലാത്തിനും സപ്പോർട്ട് അച്ഛനാണോ? അതെ അതെ. ആ അച്ഛന്റെ അനിയനാണോ? ബിനോ ചേട്ടന്റെ ആ, കൂടെ ഇപ്പുറത്തെ കൂടുതലുള്ളത് സീറ്റിലുണ്ടായിരുന്ന അനിയനാ, അനിയനാ അല്ലേ? ആ, ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു നേരത്തെ പൊക്കോണ്ടിരുന്നത്. ആ ഞങ്ങൾ ഇവിടുന്ന് ബോംബെക്ക് പോയിട്ടുണ്ട്, ഹൈദരാബാദ്, ആഹാ ജംഷഡ്പൂരാണ് അവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ട്. ആഹാ ഗോവയില് RFCക്ക് പോയിട്ടുണ്ട്. ഉം RFCക്ക് പോയി രക്ഷപ്പെട്ടൊന്നുമില്ല, പക്ഷെ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഉം വണ്ടിയും അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഭയങ്കര ഹെവി ആയിട്ടുള്ളത് വേണം. ഓ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. RFCക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെലവ് ഓർക്കുമ്പം നമ്മളീ പഴയ പുളിക്കുതിനി ആയതുകൊണ്ട് ചിലവാക്കാൻ ഇച്ചിരി വഴിയുള്ള കേട്ടോ. ഇതിലൊക്കെ ചെറിയ ചെലവേ ഉള്ളൂ, ആഹാ. മറ്റേതൊക്കെ ഭയങ്കര ചെലവാ. ആണോ? ബിനോ ചേട്ടാ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്ത് വരുവാണെ പോവോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവും. ആ. എപ്പൊ പോയെന്ന് ചോദിച്ചാൽ മതി. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ എന്താണ് ഓഫ് റോഡ് പ്രാന്തുള്ള ആരെങ്കിലും, നല്ല പൈസയുള്ള ആരെങ്കിലും ഇപ്പൊ ബിനോ ചേട്ടനെ ഇത് കഴിയുമ്പോൾ വിളിക്കുന്നു, കണ്ടോണം. സ്പോൺസർ ചെയ്തിട്ടുണ്ട്, എപ്പൊ പോയെന്ന് ചോദിച്ചാൽ മതി. ആണോ? ഈ RFCക്കും പോവും. ആഹാ. എന്താ ബിനോ ചേട്ടാ ഒരു ആഗ്രഹം? റിയോട് ചോദിച്ചപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി തോന്നി. ബിനോ ചേട്ടന്റെ ഒരു ആഗ്രഹം പറഞ്ഞേ. RFCക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളതാ. അടിപൊളി. അത് പോവാൻ പറ്റട്ടെ. RFC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സരം. 6 ദിവസത്തെ മത്സരമാണ്. 6 ദിവസം. ആ അത് 6 ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസവും 6 സ്ഥലങ്ങളിലായിരിക്കും. ഓ ആ അപ്പം ചിലപ്പം പോകുന്നത് ഭക്ഷണമൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കി കഴിച്ചാ കിടക്കുന്നത്, അല്ലാതെ ഭക്ഷണമൊന്നും കിട്ടുന്ന ഏരിയ ഒന്നും അല്ല. ഓ നമ്മൾ അങ്ങനെ. പടുതാ ടെന്റ് കെട്ടി ആ അതിൻ്റെ അകത്താ താമസിക്കുന്നത്. ആ അപ്പം അതിനുള്ള ആൾക്കാരും എല്ലാം വേണം. ചിലവ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ആ ആ ആ. ഭക്ഷണമൊന്നും കിട്ടിയല്ലാത്ത ഏരിയ അല്ല. ഓ അങ്ങനെ. ആ ആ ഈ മഴക്കാലത്ത് ജൂലൈ ലാസ്റ്റോട് കൂടിയാണ്. ഈ വർഷമുണ്ട്. ആണോ? ആഹാ. എല്ലാ വർഷവും ജൂലൈയിലാ? എല്ലാ വർഷവും ഉണ്ട് ഈ RFC. ഓ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്നാ പറയുന്നത്. ഗോവയിലാണ് നടക്കുന്നത്. ഓ ഓ ശരി. അപ്പൊ നമുക്ക് ട്രാക്കിനെ കുറിച്ച് മുൻധാരണ ഉണ്ടാവില്ല? ഒന്നുമില്ല. ആ വേറെ സംസ്ഥാനം, വേറെ കാലാവസ്ഥ, ആ മഴ, അതെ. ഇതെല്ലാം അവിടെ ഭയങ്കരമായിട്ടുള്ളതാണ്. ഉം മഴക്കാലത്താണ് നടക്കുന്നത്. അത് നല്ല റിസ്ക് ഉള്ള ട്രാക്കുകളാണ്. നല്ല ഉം. വിഞ്ച് ഉം വേണം മെയിനായിട്ട്. ഉം. ചെലവ് നമ്മുടെ വണ്ടി കൂടുതലുള്ള പോരാ പരിപാടി. അല്ലേ? ഏ നമ്മുടെ വണ്ടി പോരാ. വണ്ടി അത് മതി. നല്ല വണ്ടി അത് വിഞ്ച് മതിയോ? വേണം. ആ, ചെലവ് മാത്രം വണ്ടി മതി. എവിടെ പോകും എന്തിനും തയ്യാറാ. ചെലവ് മാത്രം മതി. ആ, ചെലവ് നല്ല വിഞ്ച് വേണം. ആ അത് ഭയങ്കര ചെലവുള്ള കേസാ. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ ഞങ്ങൾ അന്ന് പോയത് ഓടിച്ചാ പോയത് വണ്ടി. ആണോ? പലന്ന് ഓടിച്ചാ ഗോവയ്ക്ക്. ഓ, ഈ ശരി, ശരി. പറഞ്ഞ ജംഷഡ്പൂര് പോയതും ഓടിച്ചാ പോയത്. ഹൈദരാബാദിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ കണ്ടുണ്ട്. ഉം, ഉം. അത് ഓടിച്ചാ പോയത്.
ശരി അതൊരു വിനുചേട്ടാ, രസമാണ്. എന്തായാലും അത് നടക്കട്ടെ, ആ ആഗ്രഹം നടക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി നമ്മുടെ ഈ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഒരുപാട് പേര് കാണുമല്ലോ, കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം, ഈ വർഷം ഇപ്പോൾ അടുത്ത ആവാറായി, എന്തായാലും അടുത്ത വർഷമെങ്കിലും വിനോദ് ചേട്ടൻ അവിടെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും. റിയ, ഒരുപാട് മുന്നോട്ട് പോകും. എല്ലാ പിന്തുണയുമായി അപ്പനുണ്ട്, ഞങ്ങളും എല്ലാവരും കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഓക്കെ. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റതിഥികളുമായി കാണാം. നമസ്കാരം.